കേരളത്തെ നടുക്കിയ കോഴിക്കോട് ദീപക്കിന്റെ ആത്മഹത്യയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുകയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലടക്കം ദീപക്കിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഷിംജിത എന്ന യുവതിക്കെതിരെ വലിയ ആക്രോശങ്ങളും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന് ചില നിർണായകമായ വിവരങ്ങൾ ദീപക്കിന്റെ ആത്മഹത്യയുമായി ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തേക്ക് വരുന്നു. കാരണം ഈ യുവതി വീഡിയോ എഡിറ്റ് ചെയ്താണ് പ്രചരിപ്പിച്ചത് എന്നതടക്കമുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ചില വലിയ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തേക്ക് വരാനിരിക്കുകയാണ്. പോലീസ് ഇതിന്റെ അന്വേഷണത്തിന്റെ വലിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന സൂചന കൂടി നമുക്ക് ലഭിക്കുകയാണ്. ബസ്സിനുള്ളിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടു എന്ന ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതി ഒളിവിൽ തന്നെയാണ്. ഇപ്പോൾ വീഡിയോ പകർത്തി പങ്കുവച്ച വടകര സ്വദേശി ഷിംജിത ഒളിവിൽ തുടരുകയാണ്. യുവതി മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നു. ഷിംജിത വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ സംസ്ഥാനം വിട്ട് മംഗളൂരുവിലേക്ക് എത്തി എന്ന സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഷിംജിതയ്ക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ദീപക്കിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോണും പോലീസിന് കണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതിക്രമം നടന്നു എന്നാരോപിക്കപ്പെട്ട ബസ്സിലെ ജീവനക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബസ്സിലെ CCTV ദൃശ്യങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചു. സംഭവ ദിവസം ആരും പരാതി പറഞ്ഞിട്ടില്ല എന്നായിരുന്നു ബസ്സിലെ ജീവനക്കാർ പറഞ്ഞത്. പരാതി പറഞ്ഞിരുന്നുവെങ്കിൽ പോലീസിൽ അറിയിക്കുമായിരുന്നുവെന്നും ബസ് ജീവനക്കാർ വ്യക്തമാക്കിയിരുന്നു. ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ദീപക്കിന്റെ അമ്മ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. മെഡിക്കൽ കോളേജ് പോലീസ് ദീപക്കിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളുടെയും സഹോദരന്റെയും അടക്കം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആരോപണം വ്യാജമാണ് എന്നും തനിക്ക് മനോവിഷമം ഉണ്ടായി എന്നും മകൻ സൂചിപ്പിച്ചിരുന്നതായി ദീപക്കിന്റെ മാതാപിതാക്കൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ദീപക്കിന്റെ സുഹൃത്തിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. കണ്ണൂരിലേക്കുള്ള യാത്രയിൽ ബസ്സിൽ വെച്ച് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് അപമര്യാദയായി പെരുമാറി എന്നായിരുന്നു വീഡിയോ സഹിതം യുവതി സമൂഹ മാധ്യമത്തിൽ ആരോപണം ഉന്നയിച്ചത്. വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയും ദീപക്കിനെതിരെ വ്യാപക സൈബർ ആക്രമണം നടക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ദീപക് മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു. ഞായറാഴ്ചയായിരുന്നു ദീപക്കിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ ദീപക്കിനെ കണ്ടെത്തിയത്. ഇത് ഏകദേശം ഏറെ നേരം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഈ യുവതി. പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത ശേഷമാണ് ഈ യുവതി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് എന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുകയാണ്. അങ്ങനെയെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ഗിമിക്കുകൾ കാണിക്കുകയോ യുവതി ചെയ്തിട്ടുണ്ടോ എന്നുകൂടി പോലീസ് വിശദമായി അന്വേഷിക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ യുവതിക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല. എന്തായാലും നിർണായകമായ അന്വേഷണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മാത്രമല്ല, ഈ യുവതി ഒളിവിലാണ് എന്നതും ഏറെ ആശങ്കപ്പെടുത്തുന്നു. യുവതിയെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കണമെന്നതടക്കമുള്ള ആവശ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. ദീപക്കിന്റെ കുടുംബവും സുഹൃത്തുക്കളും അത്തരം കാര്യങ്ങൾ പങ്കുവെക്കുന്നുമുണ്ട്.